റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച രാത്രിയും പ്രസവിച്ച സമയവും നബി തങ്ങളെ പ്രസവിക്കപ്പെട്ടത് രാത്രിയുടെ അവസാനം സുബ്ഹിയോട് തൊട്ട് മുമ്പുള്ള സമയത്താണെന്ന് ഇമാം ബർസഞ്ചി റളിയല്ലാഹു അൻഹു ബർസഞ്ചി മൗലിദിൽ പറഞ്ഞതായി കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടത് സുബ്ഹി കഴിയാൻ തന്നെ സുബ്ഹി ഖളാഅല്ല, സുബ്ഹി ആയ ഉടനെയാണ്. അങ്ങനെയും ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത് തമ്മിൽ വൈരുദ്ധ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവർ പറഞ്ഞു പ്രസവം തുടങ്ങിയത് സുബ്ഹിക്ക് മുമ്പാണ്, പ്രസവം കഴിഞ്ഞ് അതേ ആമിന ബീവി ഒഴിവാകുന്നത് സുബ്ഹി ആയ ഉടനെയാണ്. അതുകൊണ്ടാണ് രണ്ട് നിലക്കും പറയപ്പെട്ടത് എന്നാണ് അബ്ദുൽ അസീസ് തബ്ബാഖ് റളിയല്ലാഹു അൻഹുള്ള ഔലിയാക്കളുടെ വിശദീകരണം. അതിരിക്കട്ടെ, ഇപ്പോൾ ഞാൻ അതിലേക്കാണ് സംസാരിക്കുന്നില്ല. അങ്ങനെ ആ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ അതിനെ അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും എല്ലാം നിബിധങ്ങളോടുള്ള സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ്. എന്തിനധികം പറയണം, എല്ലാവരും ഹബീബ സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മൗലിദ് ഓതുന്ന സമയത്ത് നബിതങ്ങളെ പ്രസവിച്ച വിവരം പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ കാണാറില്ലേ? അതെന്താണത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു ഉള്ള ഒരു സദസ്സിൽ ഒരു പദ്യം ചൊല്ലി. എന്താണ്? അൽഹംദ്. ഇതിനോട് വിഷമിക്കണ്ട, പ്രായമുള്ളവരൊന്നും വിഷമിക്കണ്ട. അതെ, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഉള്ള ഒരു സദസ്സിൽ ഒരു പദ്യം ചൊല്ലി. ഏതാണ് പദ്യം? യഹ്യ സർസരി ഹംബലി, ബഹുമാനപ്പെട്ട യഹ്യ സർസരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഹിജറ 656 വഫാത്തായ പണ്ഡിതനാണ്. മഹാനവറുകൾ ചൊല്ലിയ ഒരു പദ്യത്തിൽ നിന്ന് ഒരാൾ ചൊല്ലി, ഖലീലുൻ നിഹദ്ദിൽ മുസ്തഫൽ ഖത്തു മിൻ ദഹബ് അലാ ഫിദ്ദത്തിൻ മിൻ ഖത്തി അഹ്സനി മൻ ഖതബ്. നബി തങ്ങളുടെ സ്ഥാനം കൊള്ള ചിന്തിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് സ്വർണത്തിനാൽ എഴുതുക, വെള്ളിയുടെ മേലെ എഴുതുക, ഏറ്റവും നല്ല കയ്യക്ഷരത്തിൽ എഴുതുക, അതൊന്നും നബി തങ്ങളോടുള്ള ബഹുമാനാദരവിന് മതിയാകുന്നതല്ല. അതൊക്കെ ചെറിയ ബഹുമാനമേ ആകുന്നുള്ളൂ എന്നാ പറഞ്ഞത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ യോഗ്യന്മാരായ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുക. ഖിയാമൻ സുഫൂനൻ, ഒറ്റക്കാലിന്റെ മേലെയാണെങ്കിൽ ഒന്നിച്ച് എഴുന്നേറ്റ് നിൽക്കുക. അല്ലെങ്കിൽ മുട്ടുകുത്തിയിട്ട് നബി തങ്ങളുള്ള ബഹുമാനത്താൽ നിൽക്കുക. അമല്ലാഹു തഖ്ദീമൻ ലഹു കതബസ്മഹു അലാ അർശിയ റുത്ബതൻ സമതിർ റുതബ്. അല്ലാഹു തആല അർശി എന്ന് പറയുന്ന ആ വലിയ സൃഷ്ടിയുടെ മേലെ നബി തങ്ങളുടെ പേര് എഴുതി വെച്ചില്ലേ? അത്രയും അല്ലാഹു ബഹുമാനിച്ച വ്യക്തിയല്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പദ്യം ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു പറയാൻ, ബാപ്പ തഖിയുദ്ദീൻ സുബ്കി തങ്ങളുടെ കൂടെ കുറെ പണ്ഡിതന്മാരും ഖാദിമാരും ഒക്കെ ഇരിക്കുമ്പോ اتفق أن منشدا أنشد هذه الأبيات في ختم درس والده التقي. ബാപ്പാന്റെ ദർസ് മുഴുമിക്കുന്ന സമയത്ത് ആരോ ഒരാൾ നബി തങ്ങളെ സംബന്ധിച്ച് പറയുന്ന ഈ പദ്യം ചൊല്ലി. ആ പദ്യത്തിനുണ്ടല്ലോ, നബി തങ്ങളുടെ പേര് കേൾക്കുമ്പോ അതേ യോഗ്യന്മാർ പ്രമുഖന്മാർ എഴുന്നേറ്റ് നിൽക്കുന്നു. ഒറ്റക്കാലിലാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്നു എന്ന് പറയുന്ന ആ പദ്യം കേട്ടപ്പോ മഹാനായ ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു കാല് രണ്ടും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പാദങ്ങളുടെ മേൽ എഴുന്നേറ്റ് നിന്നു. മഹാനവറുകൾക്കൊരു വല്ലാത്ത അവസ്ഥയുണ്ടായി. ആ അവസ്ഥ അവിടെയുള്ള എല്ലാ ഖാദിമാരും എല്ലാ പണ്ഡിതന്മാരും എഴുന്നേറ്റ് നിന്നു. അപ്പൊ സുഹൃത്തുക്കളെ, മഹാന്മാരായ ഇമാമിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച് ആദരിച്ചത് എത്ര വലിയ ആദരവാണ്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ മൗലിദ് ഓതുന്ന സമയത്ത് എഴുന്നേറ്റുന്നുള്ളൂ. ഫവളഅത്തിൽ ഹബീബ
സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നബി തങ്ങളോടുള്ള ആദരവിന്റെയും സ്നേഹത്തിന്റെയും ഭാഗമാണ്. ആ സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്ന അതിനംഗീകരിക്കുന്ന സാധുക്കളായ ജനങ്ങൾ എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റഹ്മത്തും അവിടുത്തെ ബറക്കത്തും അവിടുത്തെ ശഫാഅത്തും എല്ലാം സാധുക്കളായ നമുക്കും നമ്മെ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചവർക്കും അതേപോലെ ഇതിന് സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർക്കും SYSന്റെ പ്രവർത്തകർക്കും SSFന്റെ പ്രവർത്തകർക്കും സുന്നി ജമീയത്തുൽ മുഅല്ലിമീന്റെ പ്രവർത്തകർക്കും അതുപോലെ SMAയുടെ പ്രവർത്തകർക്കും നമ്മുടെ എല്ലാ സംഘടനാ പ്രവർത്തകർക്കും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ CM സെന്ററും നമ്മുടെ സിറാജുൽ ഹുദയും അതുപോലെ തുടങ്ങി ബഹുമാനപ്പെട്ട മർകസു സഖാഫത്തി സുന്നിയ മുതൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപനങ്ങൾ അതേപോലെ നമ്മുടെ വേദികൾ അതിനെ എല്ലാം സഹായിച്ചവർ സഹായിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും നമുക്കും അല്ലാഹു ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ക്ഷണിക്കുന്നു. വരുന്ന 3-ാം തീയതി ബുധനാഴ്ച കുറ്റ്യാടിയിൽ മഹബ്ബ പരിപാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന മീലാദ് പരിപാടി. കഴിയുന്ന ആളുകളെല്ലാം ആ പരിപാടിയിൽ വൈകുന്നേരം തന്നെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പന്തിരിക്കര പരിപാടി സുന്നി സർവീസ് സെന്ററിൽ പന്തിരിക്കര ആഗസ്റ്റ് 24 ഞായറാഴ്ച പരിപാടി ഉണ്ടെന്ന് നമ്മുടെ സലാല ഇബ്രാഹിം മുസ്ലിയാർ അല്ലാഹു അദ്ദേഹത്തിന് നല്ലത് ഒരുപാട് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ CM സെന്ററിന്റെ പ്രവർത്തനത്തിലും സിറാജുൽ ഹുദയുടെ പ്രവർത്തനത്തിലൊക്കെ വളരെയേറെ ആദ്യകാലങ്ങളിൽ വളരെ എനിക്ക് ശക്തി പകർന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. അല്ലാഹു തആല അദ്ദേഹത്തിനും ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാ പരിപാടികളും വിജയിപ്പിക്കാൻ നബി തങ്ങളോടുള്ള സ്നേഹപ്രകടനമായി നമ്മുടെ മുന്നിലുണ്ടാകണം എന്ന് പ്രത്യേകമായി ഉണർത്തി ഇൻഷാ അല്ലാഹ്. അതേപോലെ മറ്റൊരു ദിവസം മിക്കവാറും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-ഓ 14-ഓ അങ്ങനെ ഒരു ഡേറ്റിൽ ഇന്റർനാഷണൽ മീലാദ് പരിപാടി കോഴിക്കോട്ട് നടക്കും. അതിലും 13 ഉറപ്പിച്ചു. അപ്പോ അതിലൊക്കെ നമ്മൾ സജീവമായി ഉണ്ടാകണം. കുറ്റ്യാടിയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഒരു 10-60 കൊല്ലത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം പോലും കുറ്റ്യാടിയിലുള്ള ജനങ്ങൾ അറിയാറുണ്ടായിരുന്നില്ല. ഒരു മിഠായി പോലും ഒരു കുട്ടിക്കും കിട്ടാറുണ്ടായിരുന്നില്ല. അവിടെയാണ് അൽഹംദുലില്ലാഹ് സിറാജുൽ ഹുദ വന്ന് വളരെ ഗംഭീരമായ നബിദിന പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് കുറ്റ്യാടിയെ മാറ്റിവെച്ചത്. അതിനെ സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും പ്രവർത്തിച്ചവരും സഹായിച്ചവരും പലരും മരിച്ചു പോയിട്ടുണ്ട്. നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞമ്മദ് ഹാജിയെ കാണുന്നില്ല. അതേ മുളിയങ്കലുള്ള കുഞ്ഞമ്മദ് ഹാജിയെ കാണുന്നില്ല. നമ്മളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ കുഞ്ഞമ്മദ് ഹാജിയെ കാണുന്നില്ല. അതുപോലെ പലരെയും കാണുന്നില്ല. നമ്മുടെ വീട്ടിക്ക് മുമ്പത്തെ പോലെ ആരോഗ്യമില്ലാത്തതുകൊണ്ട് കാണുന്നില്ല. അതുപോലെ തമ്മിൽ നിന്ന് മരിച്ചുപോയ പലരുമുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും സിറാജുൽ ഹുദയുടെ വകയിൽ അൽഹംദുലില്ലാഹ് നല്ല ഒരു പള്ളി നമുക്ക് പെട്രോൾ പമ്പിന്റെ അടുത്ത് നിർമ്മിക്കാൻ കഴിഞ്ഞു. ആ പള്ളിക്ക് വേണ്ടി നമുക്ക് സ്ഥലം അനുവദിച്ചു തന്ന അഹമ്മദ് ഹാജിയെ ഇപ്പോൾ കാണാനില്ല. അവർ പലരും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകട്ടെ. നമുക്കും അല്ലാഹു ഖബറിൽ സന്തോഷം നൽകട്ടെ. നമ്മുടെ പ്രവർത്തകരായ ആരെല്ലാം മരിച്ചുപോയോ, ആരെല്ലാം സഹായികൾ മരിച്ചുപോയോ, എല്ലാവരുടെ ഖബറിലും അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് തഖ്വയോടുകൂടെ ജീവിച്ച് ആരോഗ്യത്തോടുകൂടെ പ്രവർത്തിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിച്ച് സാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ